ഹലോ, നമ്മൾ ഇന്ന് +1 ഇംപ്രൂവ്മെന്റിന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അതായത് പണ്ട് കാലത്തൊരു ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാൻ പോണത് കേട്ടോ. അപ്പേ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഏൻഷ്യന്റ് ആയിട്ടുള്ള, അതായത് ഏൻഷ്യന്റ് ആയിട്ട് ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. പണ്ട് കാലത്ത് നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ ഒരു 10 ആപ്പിൾ ഉണ്ട് എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ നമ്പർ നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. പക്ഷെ പണ്ട് കാലത്ത് ഇതിനെല്ലാത്തിനും പകരം പണ്ടത്തെ മനുഷ്യന്മാരെ യൂസ് ചെയ്തത് കുറെ കമ്പുകളായിരുന്നു. കമ്പുകളും കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടായിരുന്നു. അതായത് അവർ ഓരോരുത്തർ റെപ്രസെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ കല്ല് വെച്ചിട്ടായിക്കുള്ളൂ. അങ്ങനെയായിരുന്നു പണ്ട് കാലത്തെ നമ്പർ സിസ്റ്റം ഉണ്ടായിരുന്നത്. അങ്ങനെ പണ്ടത്തെ മനുഷ്യന്മാര് കണ്ടുപിടിച്ച കുറച്ച് നമ്പർ സിസ്റ്റം ആണ് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ പരിചയപ്പെടാൻ പോണത്. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റത്തേന് ഈജിപ്ഷ്യൻസ്, അതായത് ഒരു 3000 BC കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കിയേ, ബേസ് എന്ന് ഓർത്തേക്കുന്നുണ്ടാ? ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സിംബൽസ്, അതായത് എത്ര സിംബൽ ആണോ നമ്മ ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യണത് അതിനെയാണ് നമ്മ ബേസ് എന്ന് പറയാം. ഇപ്പൊ നമ്മ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് ഇപ്പൊ കറന്റില് യൂസ് ചെയ്യണത്. അതിൽ ഞാൻ പറയുന്നത് ബേസ് 10 ആണെന്ന്. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ആ ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്, 0 അടക്കം. അപ്പൊ എനിക്ക് പറയുന്നത് നമ്മ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താന്ന്? 10 ആണെന്ന് പറയാം. അതേപോലെ ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്ന നമ്പർ സിസ്റ്റത്തില് 10 നമ്പർ ഓഫ് സിംബൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബേസ് എന്ത് വന്നത്? 10 വന്നത്. അപ്പൊ ഇത്രയുള്ള ബേസ് എന്ന് പറഞ്ഞാല് എത്ര സിംബൽസ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ അതിനാണ് നമ്മൾ എന്തായിട്ട് പറയാ? ബേസ് ആയിട്ട് പറയാം. പിന്നെ നോക്കിയേ, അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ്. അവരെ കോഡ് എഴുതിയിരുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരുന്നു. നമ്മൾ പൊതുവെ എഴുതണത് എവിടെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. പക്ഷെ അവർ എഴുതിയിരുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരുന്നു. അതാണ് നമ്മളെ ഫസ്റ്റത്തെ നമ്പർ സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാം, ഓരോ നമ്പർ സിസ്റ്റം തരും, എന്നിട്ട് എന്ത് ചോദിക്കും? അതിന്റെ ബേസ് എത്രയെന്ന് ചോദിക്കും. മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട ബേസ് ആണ്. എല്ലാം ഇനി ഏൻഷ്യൻ നമ്പർ സിസ്റ്റം ഒന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ വരച്ചാലും മതി. ഇനി അടുത്ത് നോക്കിയേ, സുമേറിയൻ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഈ ബാബിലോണിയൻ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 60 ആണ്. അതായത് അവിടെ 60 സിംബൽസ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഹയസ്റ്റ് നമ്പർ ഓഫ് സിംബൽസ് യൂസ് ചെയ്തിരുന്ന നമ്മളെ നമ്പർ സിസ്റ്റം ആണ് എന്ത്? സുമേറിയൻ നമ്പർ സിസ്റ്റം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഏറ്റവും വലിയ ബേസ് ഉള്ള നമ്പർ സിസ്റ്റം ഏതാണ്? അപ്പൊ നമുക്ക് എന്ത് പറയണം? സുമേറിയൻ നമ്പർ സിസ്റ്റം എന്ന് പറയണം. ഈ സുമേറിയൻ നമ്പർ സിസ്റ്റത്തിന് തന്നെ വേറെ പേരാണ് ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നും പറയാം. ഓക്കെ, ഇവർ എഴുതിയത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെണ്ടല്ല, പണ്ട് കാലത്ത് നമുക്ക് സീറോക്ക് ഒരു സിമ്പിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് എം ടി ആണെന്ന് കാട്ടാൻ സ്പെസിഫിക് ആയിട്ടൊരു സിമ്പിൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക സീറോനെ? എം ടി ആണെന്ന് അവരെങ്ങനെ കാട്ടും? അവര് ജസ്റ്റ് ഒരു സ്പേസ് വിടും, ഒരു ബ്ലാങ്ക് സ്പേസ് വിടും. അതായിരുന്നു അവര് സീറോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സീറോക്ക് പണ്ട് കാലത്ത് ഒരു സിമ്പിൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടുപിടിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളെ സുമേറിയൻ നമ്പർ സിസ്റ്റത്തിൽ ഒരു ചെറിയ ബ്ലാങ്ക് സ്പേസ് ആണ് സീറോക്ക് പകരം റെപ്രസെന്റ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? യൂസർ ബ്ലാങ്ക് സ്പേസ് ഫോർ സീറോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ചൈനീസ് നമ്പർ സിസ്റ്റം ആണ് കേട്ടോ. ചൈനീസ് നമ്പർ സിസ്റ്റത്തിന് 10 ആണ് ബേസ്. അതായത് അവർ യൂസ് ചെയ്തിരുന്ന നമ്പർ ഓഫ് സിംബൽസ് 10 ആയിരുന്നു. പണ്ട് അവര് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക ഇതുപോലുള്ള ബാംബു റോഡ്സ് വെച്ചിട്ടാ, മുളന്തണ്ടുകൾ എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് അവർ എന്ത് റെപ്രസെന്റ് ചെയ്തിരുന്നത്? നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. പണ്ട് കാലത്ത് ചെമ്മരിയാടിനൊക്കെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് അവർ കൊണ്ടുപോയ അത്രയും ചെമ്മരിയാട് കൂടെ ഉണ്ടാകാൻ നോക്കണം. എങ്ങനെയാണ്? ഓരോ ചെമ്മരിയാടും ഓരോ ബാംബു റോഡ്സ് ആയിരുന്നു. കാരണം എന്താ? നമ്പേഴ്സ് ഇല്ലാല്ലേ. നമുക്കിപ്പൊ എന്റെ കയ്യിൽ 50 ചെമ്മരിയാടുണ്ടെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്പർ ഉള്ളതുകൊണ്ടാ. പണ്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് യൂസ് ചെയ്തു? ബാംബു റോഡ്സ് യൂസ് ചെയ്തു. ഇനി അടുത്ത് നോക്കി, ഇന്ത്യൻ നമ്പർ സിസ്റ്റം. ഇന്ത്യൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റത്തും കൂടെ നമുക്ക് ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിനെ പറയാം. ഓക്കെ, ഈ ഇന്ത്യൻ നമ്പർ സിസ്റ്റം, അതായത് നമ്മളാണ് എന്ത് കണ്ടുപിടിച്ചത്? സീറോക്ക് ഒരു സിമ്പിൾ കണ്ടുപിടിച്ചത്. ഇയാളെ കണ്ടിട്ടുണ്ടാ? ആരാണ് ഇങ്ങനെ? ആര്യഭട്ട. ആര്യഭട്ടയാണ് സീറോക്ക് ഒരു സിമ്പിൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അതിന് മുന്നത്തെ കാലത്തൊക്കെ നമ്മൾ സൺഫ്ലവറിന്റെ സീഡ് ഒക്കെ വെച്ചിട്ടാണ് സീറോനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. സൺഫ്ലവറിന്റെ സെന്ററിൽ എം ടി ആണ്. സോ സൺഫ്ലവറിന്റെ സീഡ് നമുക്ക് സീറോ, എം ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആര്യഭട്ട സാറാണ് എന്ത് കണ്ടുപിടിച്ചത്? സീറോക്ക് ഒഫീഷ്യൽ ആയിട്ട് ഒരു സിമ്പിൾ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഇന്ത്യൻ നമ്പർ സിസ്റ്റം ആണ് സീറോക്ക് ഒരു സിമ്പിൾ കണ്ടുപിടിച്ചത്. എന്താ പറയാ? അപ്പൊ ഇൻവെന്റഡ് എ സിമ്പിൾ ഫോർ സീറോ. ചോദിക്കൂട്ടാ, സീറോക്ക് സിമ്പിൾ കണ്ടുപിടിച്ച നമ്പർ സിസ്റ്റം ഏതാണ്? ഇന്ത്യൻ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. അപ്പൊ നമുക്ക് എന്ത് പറയാ?
പൊസിഷണൽ ഡെസിമൽ സിസ്റ്റം എന്നും പറയാം. കാരണം എന്താണെന്നറിയോ? പൊസിഷണൽ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സീറോക്ക് ഒരു പൊസിഷൻ കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് പൊസിഷണൽ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നും അറിയപ്പെട്ടത്. അടുത്തതാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. അതിനെ നമ്മൾ അയോണിയൻ നമ്പർ സിസ്റ്റം എന്ന് കൂടെ പറയും. അത്രയും പറഞ്ഞാൽ മതി. ഇനി അടുത്തതാണ് റോമൻ നമ്പർ സിസ്റ്റം. റോമൻ നമ്പേഴ്സ് റോമൻ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ? നമ്മൾ എങ്ങനെ പറയും? 10a ഇങ്ങനെ പറയാം. ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് നമ്മളെ ക്ലാസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന? ഇതാണ് റോമൻ നമ്പേഴ്സ്. ഇവിടെ 7 ലെറ്റേഴ്സ് ആണുള്ളത്. നമ്മളെ ക്ലാസ് ഒക്കെ എഴുതുന്ന പോലെ കണ്ടാവും. നമ്പർ 1, 5, 10. ഈ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ആണ്. സി എന്ന് പറഞ്ഞ എത്ര? 100. അങ്ങനെയാണ് റോമൻ നമ്പർ സിസ്റ്റം. നമുക്ക് അറിയുന്നേ ഉള്ളത്. ഇനി അടുത്തതാണ് മായൻ നമ്പർ സിസ്റ്റം. മായൻ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എപ്പോഴും 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ. മായൻ നമ്പേഴ്സിന്റെ ബേസ് ആണ് 20. ഈ മായൻകാര് ഭയങ്കര ആക്യുറസി ആണ്, ഭയങ്കര മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാം? ഗ്രേറ്റ് ആക്യുറസി ആണെന്ന് പറയാം അവരെ മാത്തമാറ്റിക്സിനൊക്കെ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ നമ്പർ സിസ്റ്റം ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്. അതായിക്കോളൂ കൂടുതലും ചോദിക്കാം. ഇനി ഏൻഷ്യൻ നമ്പർ സിസ്റ്റം ആണ് ചോദിച്ചാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എഴുതേണ്ടത്. കൂടുതലും ഇതിൽ നിന്ന് ചോദിക്കുക ബേസ് ആയിരിക്കുള്ളൂ കേട്ടോ. അതായത് ഓരോ നമ്പർ സിസ്റ്റം തരും, അതിന്റെ ബേസ് എത്രയെന്ന് ചോദിക്കും. ഇനി അടുത്ത് നോക്കിയേ. ഇനി എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. നമ്മളെ കമ്പ്യൂട്ടറൊക്കെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചതല്ലേ? അപ്പൊ നമുക്ക് പണ്ടത്തെ കാലത്ത് ഇവര് കാൽക്കുലേറ്റർ അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ, മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ചെറിയൊരു എവല്യൂഷൻ ആണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ നമ്മളാ ഫസ്റ്റത്തെ കാൽക്കുലേറ്റർ ആയിരുന്നു അബാക്കസ്. കണ്ടിട്ടില്ല അബാക്കസ് ഒക്കെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ? ഇതാണ് അബാക്കസ്. ടീച്ചറുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മീൻസ് എ കാൽക്കുലേറ്റിംഗ് ബോർഡ്. ഒരു കാൽക്കുലേറ്റിംഗ് ബോർഡാണ്. മെസപ്പൊട്ടാമിയൻസ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ പറഞ്ഞ അബാക്കസ് കണ്ടുപിടിച്ചത്. ഓക്കെ. ഈ അബാക്കസിൽ നമുക്ക് അരിതമെറ്റിക്കൽ കാൽക്കുലേഷൻസ് അരിതമെറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെയാണ് നമ്മൾ അരിതമെറ്റിക് കാൽക്കുലേഷൻസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? നമ്മൾ അബാക്കസ് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് എന്താ പറയാ? ഒരു കാൽക്കുലേറ്റിംഗ് ബോർഡാണ്. മെസപ്പൊട്ടാമിയൻസ് ആണ് കണ്ടുപിടിച്ചത്. എന്തിനാണ് കണ്ടുപിടിച്ചത്? അരിതമെറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ. അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. ഇതിനകത്ത് എന്താ? നേപ്പിയേഴ്സ് ബോണ്ട്. ഈ നേപ്പിയേഴ്സ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ അരിതമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ജോൺ നേപ്പിയർ എന്ന് പറഞ്ഞ ആള് നേപ്പിയേഴ്സ് ബോണ്ട് എന്ന് പറഞ്ഞവര് കണ്ടുപിടിച്ചു. ഇതെന്തിനാ? ജോൺ നേപ്പിയർ ഇൻവെന്റഡ് എ സെറ്റ് ഓഫ് നമ്പർ റോഡ്സ് ടു സിംപ്ലിഫൈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്. മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഒരു നമ്പേർഡ് റോഡ് ഒക്കെ വെച്ചുകൊണ്ട് നേപ്പിയേഴ്സ് ബോണ്ട് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഇനി ഹി ഓൾസോ ഇൻവെന്റഡ് ലോഗരിതം. ലോഗരിതം ടേബിൾ ഇല്ലേ? ഈ ലോഗരിതം ടേബിൾ കണ്ടുപിടിച്ചതും ആരാണ്? നേപ്പിയേഴ്സ് ബോണ്ട് ആണ്. അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ എക്സ്പ്ലെയിൻ അബൌട്ട് അബാക്കസ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് 2 വാക്ക് എഴുതാം. അങ്ങനെയൊക്കെ പറഞ്ഞായിക്കോളൂ വരാം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമതായിട്ട് കണ്ടുപിടിച്ചതാണ് പാസ്കലൈൻ. പാസ്കലൈൻ കേട്ടിട്ടുണ്ടല്ലേ? ബ്ലേസ് പാസ്കൽ ആണ് എന്ത് കണ്ടുപിടിച്ചത്? പാസ്കലൈൻ കണ്ടുപിടിച്ചത്. ഇവിടുന്ന് കൂടുതലും ചോദിക്കാം 1 വേർഡ് ഒക്കെ ആയിക്കോളൂ. ഓക്കെ അല്ലേ? എനിക്ക് അറിയാം ഇതിന്റെ വെയിറ്റേജ്. അപ്പൊ നോക്കിയേ, ബ്ലേസ് പാസ്കൽ ഡെവലപ്ഡ് ഇൻ 1642. പാസ്കലൈനെ എപ്പോഴാണ് കണ്ടുപിടിച്ചത്? 1642 കണ്ടുപിടിച്ചത്. ക്യാൻ പെർഫോം അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ്. നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഈ പിക്ചർ നോക്കിയേ, ഇവിടെ കുറെ ഗിയേഴ്സ് ഒക്കെ ഇല്ലേ? ഈ ഗിയേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? അരിതമെറ്റിക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്പറേറ്റഡ് ബൈ ഡയലിംഗ് എ സീരീസ് ഓഫ് വീൽസ്, ഗിയേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്. അതായത് ഇവിടെ ഉള്ള ഈ ഗിയേഴ്സ് ഒക്കെ ഡയൽ ചെയ്തുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്തിരുന്നത്? ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ലെബനീസ് കാൽക്കുലേറ്റർ. ഈ ലെബനീസ് കാൽക്കുലേറ്റർ തന്നെയാണ് സ്റ്റെപ്പ് റെക്കണർ എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? ലെബനീസ് ഡിസൈനഡ് എ കാൽക്കുലേറ്റിംഗ് മെഷീൻ കോൾഡ് സ്റ്റെപ്പ് റെക്കണർ. എല്ലാരും എന്താ? കാൽക്കുലേറ്റിംഗ് മെഷീൻസ്. അബാക്കസ് ഇത് തുടങ്ങി നമ്മളിപ്പോ എവിടെ വന്ന് നിൽക്കുകയാണ്? ലെബനീസ് കാൽക്കുലേറ്ററിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? എക്സ്പാൻഡ് ഓൺ പാസ്കൽസ് ഐഡിയാസ് ടു പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ടു. പാസ്കലിന്റെ ഐഡിയ എന്ത് ചെയ്തു? ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റി പുതിയൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കി. ഇതാണ് ലെബനീസ് കാൽക്കുലേറ്റർ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചതാണ് ജാക്വേർഡ്സ് ലൂ. ജോസഫ് ജാക്വേർഡ് ഇൻവെന്റഡ് എ മെക്കാനിക്കൽ ലൂ ടു സിംപ്ലൈ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജോസഫ് ജാക്വേർഡ് കണ്ടുപിടിച്ചതാണ് ജാക്വേർഡ്സ് ലൂ. ഈ പിക്ചർ കണ്ട
ഇവിടെ പ്രിന്റ് ചെയ്ത് വരണുണ്ട്. ഇതാണ് പഞ്ചർ ഗാർഡ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടീച്ചർ, ഇതാണ് പഞ്ചർ ഗാർഡ്സ്. ഈ പഞ്ചർ ഗാർഡ്സിന്റെ ഉള്ളിലാണ് ഇൻഫോർമേഷനും കാര്യങ്ങളും കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഇതുപോലെ നടത്തുന്നത്. ഓക്കെ, ആരാ കണ്ടുപിടിച്ചത്? ജോസഫ് ജാക്വോർഡ് ഇൻവെന്റഡ് എ മെക്കാനിക്കൽ ലൂം ടു സിംപ്ലിഫൈ എന്ത് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്. അടുത്ത പോയിന്റ് നോക്കിയേ, എ ലൂം കൺട്രോൾഡ് ബൈ പഞ്ചഡ് ഗാർഡ്സ് ഹാഡ് ദ എബിലിറ്റി ടു സ്റ്റോർ ഇൻഫോർമേഷൻ. ഈ ജാക്വോർഡ്സ് ലൂമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പഞ്ചഡ് ഗാർഡ്സ്. ഇതാണ് പഞ്ചഡ് ഗാർഡ്സ്. ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യണത്? ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. കുഴപ്പമുണ്ടാ? അടുത്തതാണ് ഡിഫറൻസ് എഞ്ചിൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി ഈ പോയിന്റ്സ് എല്ലാം, കേട്ടല്ല? വൺ വേർഡ് ആയിട്ടായിക്കോളും കൂടുതലും ചോദിക്കാം. ഇനി അടുത്താണ് ഡിഫറൻസ് എഞ്ചിൻ. ഡിഫറൻസ് എഞ്ചിൻ ആരാ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചതാണ് എന്ത്? ഡിഫറൻസ് എഞ്ചിൻ. ഇനി നോക്കിയേ, കമ്പൈൻ mathematical tables, do arithmetical operations and print results automatically. കുറെ അഡ്വാൻറ്റേജസ് വന്നല്ലേ നമ്മളെ കാൽക്കുലേറ്ററിന്. എന്തൊക്കെ ചെയ്യും? മാത്തമാറ്റിക്കൽ കമ്പൈലേഷൻസ് ഒക്കെ ചെയ്യും, അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യും, റിസൾട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ചെയ്യും. പോരെ, ഇത്ര മതി. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഡെവലപ്ഡ് ബൈ ചാൾസ് ബാബേജ് ഇൻ 1833 ഡെവലപ്പ് ചെയ്തത്. പിന്നെ എന്തൊക്കെ പറയാ? ഹാഡ് മെനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പാസ്കലിന്റെ കണ്ടുപിടുത്തമാണ് നമ്മളുടെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഓക്കെ. പ്രോഗ്രാമബിൾ യൂസ് ഇൻ പഞ്ചഡ് ഗാർഡ്സ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പഞ്ചഡ് ഗാർഡ്സ് ആണ്. ഹാഡ് എ സ്റ്റോർ ആൻഡ് സെപ്പറേറ്റ് മിൽ. അതായത് ഹാഡ് എ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇവിടെ മെമ്മറിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മിൽ എന്ന് പറഞ്ഞാൽ പ്രൊസസ്സറും. അതായത് അതിനൊരു പ്രൊസസ്സറും സ്റ്റോറേജും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നമ്മളെ കമ്പ്യൂട്ടറിനും ഉണ്ടല്ലേ പ്രൊസസ്സറും മെമ്മറിയൊക്കെ. അതേപോലെ തന്നെ ഇവിടെയും എന്ത്? സ്റ്റോർ, അതായത് അതിന്റെ മെമ്മറി, ആൻഡ് സെപ്പറേറ്റ് മിൽ, അതായത് അതിന്റെ പ്രൊസസ്സർ. ഇതാണ് ഡിഫറൻസ് എഞ്ചിന്റെ കണ്ടുപിടുത്തം. ഓക്കെ, ഡിഫറൻസ് എഞ്ചിന്റെ കണ്ടുപിടുത്തമാണ് ഒരു വഴിത്തിരിവ് നമ്മളെ കമ്പ്യൂട്ടറിലോട്ടുള്ള. ഓക്കെ അല്ലെ? അപ്പൊ ആരാ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ് ആണ്. അരിതമെറ്റിക്കലും പിന്നെന്താണ് മാത്തമാറ്റിക്കൽ ടേബിൾസും റിസൾട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ചെയ്തോളും. 1833 കണ്ടുപിടിച്ചത്. മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? അതിൽ മെമ്മറിയും പ്രൊസസ്സറും ഉണ്ട്. അതായത് മിൽ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിൽ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഇനി അടുത്ത് നോക്കാട്ടെ നമുക്ക്. ഹൊള്ളരിത്സ് മെഷീൻ. ഇവിടെ നോക്കിയ അതിന്റെ പിക്ചർ. ഹെർമൻ ഹൊള്ളരിത് കണ്ടുപിടിച്ചത് ഫസ്റ്റ് electromechanical പഞ്ചറുക ടാബുലേറ്റർ വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഫസ്റ്റത്തെ എന്താ? ഇലക്ട്രോമെക്കാനിക്കൽ പഞ്ചറുക ടാബുലേറ്റർ ആണ് എന്ത്? നമ്മളെ ഹൊള്ളരിത്സ് മെഷീൻ. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഇലക്ട്രോമെക്കാനിക്കൽ പഞ്ചറുക. അത് നോക്കി വെക്കണം കേട്ടാ. എന്താ? യൂസ്ഡ് ഇലക്ട്രിസിറ്റി ടു റീഡ്, കൗണ്ട് ആൻഡ് സ്റ്റോർ പഞ്ചർ ഗാർഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു പഞ്ചർ ഗാർഡ്സ് എന്തിനുള്ളായിരുന്നു? ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്തിരുന്നത്? പഞ്ചർ ഗാർഡ്സിനെ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ എന്ത് യൂസ് ചെയ്യും? യൂസ് ഇലക്ട്രിസിറ്റി. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യാം? റീഡ് ചെയ്യും, കൗണ്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് മാർക്ക് 1 കമ്പ്യൂട്ടർ. ഈ മാർക്ക് 1 കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഹോവാർഡ് ഐക്കൺ ആണ്. Could do all 4 arithmetical operations, logarithmic, trigonometric functions. ഇവിടെ എന്ത് എക്സ്ട്രാ വന്നു? ട്രിഗ്നോമെട്രിക്കൽ ഫങ്ഷൻസ് വന്നു. മാർക്ക് 1 കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടർ ആയല്ലേ, അപ്പൊ കമ്പ്യൂട്ടർ എന്നുള്ള പേരൊക്കെ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഹോവാർഡ് ഐക്കൺ ആണ് കണ്ടുപിടിച്ചത്. എല്ലാ അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ്, പ്ലസ് മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതെല്ലാം ചെയ്യാൻ പറ്റും. ലോഗരിതമിക് ഉള്ള ലോഗിന്റെ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് പറയാൻ പറ്റും? ട്രിഗണോമെട്രിക്കൽ ഫങ്ഷൻസും ആർക്ക് ചെയ്യാൻ പറ്റും? മാർക്ക് 1 കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ നോക്കിയേ, നമ്മൾ കമ്പ്യൂട്ടിങ് എവിടെ തുടങ്ങിയതാ? നമ്മള് ഒരു അബാക്കസിൽ തുടങ്ങിയതാണല്ലേ. അബാക്കസിൽ തുടങ്ങി, പിന്നെ നാപ്പിയേഴ്സ് ബോൺ ആയി മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പാസ്കലയും കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനുശേഷം ലെബനീസ് കാൽക്കുലേറ്റർ, ഡിവിഷനും ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ജാക്വോർഡ്സിലും കണ്ടുപിടിച്ചു. ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചു. ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചപ്പോ തന്നെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്, ഒരു വഴിത്തിരിവാണ് നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ എന്തിലോട്ട് വന്നു? ഹൊള്ളരിത്സ് മെഷീനിലോട്ട് വന്നു. ഏറ്റവും ലാസ്റ്റ് മാർക്ക് 1 കമ്പ്യൂട്ടറിലോട്ട് വന്നു. കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. ഇന്ന് നോക്കിയേ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്കില്ലേ ജനറേഷൻസ്? നമ്മളെ ജനറേഷൻസ് ഇല്ലേ? അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനും ഉണ്ട് എന്ത്? ജനറേഷൻ. ഇപ്പൊ കാണുന്ന കമ്പ്യൂട്ടർ എല്ലാവരും പണ്ടത്തെ കമ്പ്യൂട്ടർ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഞാനൊരു സൂത്രം കാണിച്ചേ.
ഇതായിരുന്നു നിങ്ങളെ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ. കണ്ടാ, നമ്മൾ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറും ഈ കമ്പ്യൂട്ടറും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കണതും അവർ രണ്ടുപേരും ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കണേ നോക്കിയേ. മനസ്സിലായില്ലേ? അതായത് പണ്ടത്തെ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ നമ്മളുടെ ഒരു റൂമിന്റെ അത്ര ഉണ്ടായിരുന്നു, അത്രേ വലിപ്പം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാട്ടാ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. നോക്കിയേ, യൂസ്ഡ് വാക്വം ട്യൂബ്സ്. അവർ യൂസ് ചെയ്തിരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. ഈ പിക്ചേഴ്സ് കണ്ട് ഇതാണ് വാക്വം ട്യൂബ്. ഈ വാക്വം ട്യൂബ് യൂസ് ചെയ്തിട്ടായിരുന്നു അവർ എന്തുണ്ടാക്കിയത്? ഈ പറഞ്ഞ വലിയൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത്. ആ കമ്പ്യൂട്ടർ നമ്മൾ പറയാം ENIAC, അതായത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. എപ്പോഴും ENIACന്റെ ഫുൾ ഫോം ചോദിക്കും, നിർബന്ധമായിട്ട് പഠിച്ചു പോണോ കേട്ടോ. ഓക്കെ, ദ ജനറൽ പർപ്പസ് ഓഫ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, ഇതാണ് നമ്മൾ ENIAC ട്ടാ. ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ ആണ് ENIAC. എപ്പോഴും ചോദിക്കും ഫസ്റ്റ് കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് എഴുതണം? ENIAC എന്ന് എഴുതണം. ഫുൾ ഫോമും പഠിക്കണം കേട്ടാ. ഇത് നോക്കിയേ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എഴുതിയിരിക്കണേ. ENIAC കണ്ടയുടെ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിങ് എത്രയാ? 17,468 വാക്വം ട്യൂബ്സ് ഉണ്ടായിരുന്നു. 17,468 വാക്വം ട്യൂബ്സ് ഉണ്ടായിരുന്നു ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളില്. പിന്നെ എന്തൊക്കെയുണ്ട്? അത് മാത്രമല്ല കേട്ടോ, 70,000 റെസിസ്റ്റേഴ്സ്, 70,000 റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 10,000 കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. 1,500 റിലേ, 6,000 മാനുവൽ സ്വിച്ചസും 5 മില്യൺ സോൾഡേർഡ് ജോയിന്റ്സും ഉണ്ടായിരുന്നു. എന്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ? ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഇത്ര സൈസ് ആയിട്ടിരിക്കുന്നത്. മനസ്സിലായി? നമ്മളൊരു റൂമിനേക്കാട്ടിലും വലുതായിരുന്നു ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ. കാരണം എന്താണെന്ന് അറിയോ? ഇവർ ഈ വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇനി നോക്കിയേ, അടുത്തതാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇതിന്റെ എല്ലാത്തിനെയും നമുക്ക് എന്ത് പഠിക്കണം? ഫുൾ ഫോം പഠിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു ഫുൾ ഫോം എഴുതണം. ഇതാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ കമ്പ്യൂട്ടർ. പേര് പഠിച്ചു വെക്കണം കേട്ടാ. പിന്നെന്താ? വോൺ ന്യൂമാൻ ഡിസൈഡ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇതൊക്കെ കമ്പ്യൂട്ടേഴ്സിന്റെ പേരാണ്. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. വിത്ത് എ മെമ്മറി ടു സ്റ്റോർ പ്രോഗ്രാം ആൻഡ് ഡാറ്റ. ഇതിൽ നമുക്ക് എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും? ഡാറ്റയും പ്രോഗ്രാമും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഇതിന്റെ എല്ലാത്തിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇതായിരുന്നു നമ്മളെ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ. ഏതായിരുന്നു ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ? ENIAC ട്ടാ. ഇനി അടുത്തത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്? വാക്വം ട്യൂബ്സ് ആയിരുന്നല്ലേ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ജനറേഷൻ ആയപ്പോ നമ്മൾ ഈ വാക്വം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. ട്രാൻസിസ്റ്റേഴ്സ് ആയപ്പോ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞല്ലേ? വാക്വം ട്യൂബ്സ് വലുതായിരുന്നു, ട്രാൻസിസ്റ്റർ ആയപ്പോ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാ? വാക്വം ട്യൂബ്സ് were replaced by transistors reducing the size. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കുറയ്ക്കാം? സൈസ് കുറയ്ക്കാം. ഇതാണ് ട്രാൻസിസ്റ്റേഴ്സ്. കണ്ടാ? ഇനി എന്താ? ലെസ് ഇലക്ട്രിസിറ്റി, കുറച്ച് ഇലക്ട്രിസിറ്റി മതി. ഇവിടെ നോക്കിയേ, ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്തോരം ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ എന്തോരം ഹീറ്റ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ഒട്ടും നമുക്ക് എന്താ പ്രാക്ടിക്കൽ അല്ല. ഇത്ര ഇലക്ട്രിസിറ്റിയും ഇത്ര ഹീറ്റ് ഒക്കെ ഒരു കമ്പ്യൂട്ടറിന്. സോ നമുക്ക് ഇവിടെ എന്ത് മതി? നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ നമുക്ക് എന്ത് മതി? ലെസ് ഇലക്ട്രിസിറ്റി മതി. അപ്പൊ നമുക്ക് എന്തായി? ലെസ് എക്സ്പെൻസീവുമായി. അതൊക്കെ കുഴപ്പമില്ലല്ലോ. പിന്നെന്താ നോക്കിയേ, കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ്. കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? പ്രോഗ്രാം ചെയ്തിട്ടാണ് അല്ലെ? അതേപോലെ ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൺസെപ്റ്റ് ഡെവലപ്പായി. പിന്നെ നമുക്ക് എന്ത് പറയാം? ഹൈ ലെവൽ ലാംഗ്വേജസ് ലൈക്ക് ഫോർട്ടൺ, കോബോൾ ഡെവലപ്ഡ്. അതായത് കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജസും ഡെവലപ്പ് ചെയ്തു. ഹൈ ലെവൽ ലാംഗ്വേജ് എന്താ? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ പറയാം. ഇത് നോക്കിയേ, ദ പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ് ആർ IBM 1401 and IBM 1620. ഇതായിരുന്നു സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് നമ്മളെ IBM 1401 ഉം ഇതാണ് നമ്മളെ IBM 1620. കണ്ടാ? അപ്പൊ നമ്മുടെ സൈസ് കുറഞ്ഞല്ലേ? പണ്ടത്തെ ഒരു കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ സൈസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. സെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറും പഠിച്ചു നമ്മ. ഇനി അടുത്തതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. തേർഡ് ജനറേഷൻ ആയപ്പോക്കും ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ റീപ്ലേസ് ചെയ്ത്, നമുക്ക് അത്രയും സൈസ് ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്ത് നമ്മ പുതിയ സാധനം ഇറക്കിയവരാണ് എന്ത്? IC ചിപ്സ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തപ്പോ ഒന്നും കൂടെ സൈസ് കുറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിലിക്കൺ ചിപ്സ് ഓർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ദാറ്റ് കണ്ടെയ്ൻ
വെരി സ്മോൾ ട്രാൻസിസ്റ്റേഴ്സ്. ഇവിടെ എന്താ ഉള്ളത്? കുഞ്ഞു കുഞ്ഞു ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്. വേർ ഡെവലപ്ഡ് ബൈ ജാക്കിൻ ബി. ഈ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായി? ഒന്നുകൂടെ സൈസ് കുറഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിന്റെ ഡെവലപ്പോടെ. പിന്നെന്താ? ട്രാൻസിസ്റ്റേഴ്സ് വേർ റീപ്ലേസ്ഡ് ബൈ ഐസിസ്. ട്രാൻസിസ്റ്റേഴ്സ് മാറ്റി നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈ ഇന്റഗ്രേറ്റഡ് ചിപ്സ് യൂസ് ചെയ്തു. കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. ഇതിനടുത്ത് എന്താ? ഇറ്റ് റെഡ്യൂസ്ഡ് ദ സൈസ്. അതുകൊണ്ട് നമുക്ക് എന്തിന്റെ സൈസ് കുറഞ്ഞു? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സൈസ് കുറഞ്ഞു. ഓരോ ജനറേഷൻ കഴിയുന്തോറും സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടാ. ഇതിനടുത്ത് നോക്കിയേ, ഇൻക്രീസ്ഡ് സ്പീഡ്. സ്പീഡ് കൂടി, എഫിഷ്യൻസി ആയി, ബിക്കം ചീപ്പർ. പണ്ടത്തെ അത്ര കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെന്താ? ഹൈ ലെവൽ ലാംഗ്വേജസ്, ബേസിക് എന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ഇതെല്ലാം എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഇനി അടുത്താണ് മൂഡ്സ് ലോ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ 3rd ജനറേഷനിലാണ്. ഇവിടെ പറയുന്നത് number of transistors on ICs doubles approximately every 2 years. 2 വർഷം കൂടുന്തോറും ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം ഡബിൾ ആവുന്നു. അതാണ് മൂഡ്സ് ലോ പറയണത്രേ ഉള്ളൂ. 2 വർഷം കൂടുന്തോറും ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം എന്താവും? ഡബിൾ ആവും. അത്രേ ഉള്ളൂ. മൂഡ്സ് ലോ പഠിച്ചു വെച്ചോട്ടാ. മൂഡ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ICs doubles approximately every 2 years. കുഴപ്പമുണ്ടാ? അടുത്ത് നോക്കിക്കോ. ദ പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ് ആർ, അതായത് ആ കാലത്ത് യൂസ് ചെയ്യുന്ന പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? IBM 360യും IBM 370യും. ഇതാണ് നമ്മളെ കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് 4th ജനറേഷൻ കമ്പ്യൂട്ടർ. 4th ജനറേഷൻ കമ്പ്യൂട്ടർ ആയപ്പോ കുഴപ്പമില്ല അല്ലേ? നമ്മളെ കമ്പ്യൂട്ടർ പോലെ തന്നെ കേട്ടിട്ടുണ്ട് ഏകദേശം. അപ്പൊ 4th ജനറേഷനില് മൈക്രോ പ്രൊസസർ ആണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ സിംഗിൾ ചിപ്പ് വിത്ത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, LSI ഫുൾ ഫോം ചോദിക്കും. ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, LSI. ഓക്കെ, ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് യൂസ്. അതായത് മൈക്രോ പ്രൊസസേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്നാ യൂസ് ചെയ്തിരുന്നത്? ICs ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എവിടെ? 3rd ജനറേഷനിൽ. 4th ജനറേഷൻ ആയപ്പോ നമ്മൾ എന്തിലോട്ട് മാറി? മൈക്രോ പ്രൊസസേഴ്സിലോട്ട് മാറി. ഇനി അടുത്തത് ലേറ്റർ LSI സർക്യൂട്ട്സ് were replaced by VLSI. അതായത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ മാറ്റിങ്ങാണ്ട് അവർ എന്ത് യൂസ് ചെയ്തു? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തു. ഇതിന്റെയൊക്കെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കും. LSI എന്ന് വെച്ചാൽ എന്താ? ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. VLSI ആണെങ്കിലോ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് IBM PC, Apple II are popular computers. പ്രോഗ്രാമിംഗ് ലൈക്ക് C, നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? C++, ജാവ. ഇതെല്ലാം എന്തു ചെയ്തു? നമ്മളെ 4th ജനറേഷൻ ആയപ്പോ കണ്ടുപിടിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് 1st ജനറേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? IC യൂസ് ചെയ്തു. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്തു അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ 4th ജനറേഷൻ ആയപ്പോഴാണ് എന്ത് യൂസ് ചെയ്തത്? മൈക്രോ പ്രൊസസേഴ്സ് യൂസ് ചെയ്തത്. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് എന്ത്? 5th ജനറേഷൻ. നമ്മളിപ്പോ ഏത് ജനറേഷനിലാണ്? 5th ജനറേഷനിലാണല്ലേ? നമ്മളിപ്പോ AI കാലഘട്ടത്തിലല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ആരെയാണ് ആശ്രയിക്കുക? ChatGPT-നെയൊക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? നമ്മളിപ്പോ ഒരു 5th ജനറേഷനിലാണ് ജീവിക്കണമെന്ന് പറയാം. നമുക്ക് പറയാം they are based on artificial intelligence. എന്തിന്റെ ബേസിലാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിലാണ്. അപ്പൊ നോക്കിയേ, AI is the ability of a machine to stimulate human intelligence. നമ്മള് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിന്റെ ഇന്റലിജൻസ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തിനു കൊടുക്കും? ഒരു മെഷീന് കൊടുക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം. സോ നമുക്ക് എങ്ങനെ പറയാം? AI is the ability of a machine. ഒരു മെഷീന്റെ എബിലിറ്റി ആണ്. എന്തിനുള്ള എബിലിറ്റി? ഹ്യൂമൻസിന്റെ ഇന്റലിജൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, പ്രസന്റ്ലി ഇൻ ദ ഡെവലപ്മെന്റ് സ്റ്റേജ്. അവർ പറഞ്ഞു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്, പക്ഷെ ഡെവലപ്ഡ് ആണ് ഇപ്പൊ. ഓക്കെ, കഴിഞ്ഞു. നമ്മളിപ്പോ AI കാലഘട്ടമാണല്ലേ? കോമൺ AI പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ LISP ആൻഡ് Prolog. ഇതാണ് നമ്മൾ AI ലാംഗ്വേജസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ജനറേഷൻസ് അറിയാലോ. നമ്മൾക്ക് ആദ്യം 1st ജനറേഷനിൽ തുടങ്ങാം. 1st ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. 2nd ജനറേഷൻ ആയപ്പോഴോ ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. 3rd ആയപ്പോ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്ത് എന്തിലോട്ട് മാറി? IC-ലോട്ട് മാറി. അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതും കഴിഞ്ഞ് നമ്മൾക്ക് 4th ജനറേഷൻ വന്നപ്പോ നോക്കിയേ, ഒന്നുകൂടി സൈസ് ഒക്കെ കുറഞ്ഞല്ലേ? അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്തത്? മൈക്രോ പ്രൊസസർ. ഇതാണ് മൈക്രോ പ്രൊസസർ. കണ്ടാ? ഈ മൈക്രോ പ്രൊസസർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ എന്ത് കുറഞ്ഞു? സൈസ് ഒക്കെ കുറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാത്ത പോയിന്റ്സ് ആയിട്ട്.
അത് കഴിഞ്ഞ് ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കീഴിലുള്ള ജനറേഷൻ ആണ് ഫിഫ്ത് ജനറേഷൻ. ഇത്രയുമാണ് നിങ്ങൾക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളത്. അപ്പൊ എത്ര ജനറേഷൻസ് ഉണ്ട്? 5 ജനറേഷൻസ് ആണ് എന്തിനുള്ളത്? കമ്പ്യൂട്ടറിനുള്ളത് ട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ജോൺ ന്യൂമൻ ആർക്കിടെക്ചർ ഫോർ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്നാ ജോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഫോർ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മൾ ജോൺ ന്യൂമാൻ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിന്റെ ഒരു ആർക്കിടെക്ചർ, ഒരു ഓവറോൾ ലുക്ക്. എന്താ ഇവിടെ പറയണത്? എന്താ ആദ്യം തന്നെ ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പൊ നമുക്ക് എന്താ ഇൻപുട്ട് ഡിവൈസ് എങ്ങോട്ട് കണക്ട് ചെയ്തേക്കാണ്? നമ്മളെ CPU-ലോട്ട് കണക്ട് ചെയ്തേക്കാണ്. CPU-ന് തിരിച്ച് എന്തുണ്ട്? ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. CPU-ന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? കൺട്രോൾ യൂണിറ്റ്. ഇതൊക്കെ നമുക്ക് പഠിക്കാട്ടോ. കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? നമ്മളെ CPU-ന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ആളാണ് ആര്? കൺട്രോൾ യൂണിറ്റ്. പിന്നെ ഉള്ളതാണ് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അതായത് അരിതമെറ്റിക് പഠിച്ചില്ലേ? കാൽക്കുലേഷൻസ് ഒക്കെ. ഈ കാൽക്കുലേഷൻസും ലോജിക്കൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത കാര്യങ്ങളൊക്കെ, മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? അരിതമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. പിന്നെ എന്തുണ്ട്? മെമ്മറി ഉണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ റാമിലും റോമിലൊക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? മെമ്മറിയും ഉണ്ട്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് എന്ത് പറയാം? ഇതിന്ന് കണക്ട് ചെയ്തിട്ടൊരു എന്തുണ്ട്? ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത്? ജോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, എന്തിലോട്ടാ കണക്ട് ചെയ്തേക്കുന്നത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലോട്ടാ കണക്ട് ചെയ്തേക്കുന്നത്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU അതായത് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ഉണ്ട് അല്ലെങ്കിൽ സ്റ്റോറേജ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതിനെല്ലാം കണക്ട് ചെയ്ത് ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിങ്ങനെ തന്നെ വരച്ച് വെക്കണം കേട്ടോ. നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ ഈ മെമ്മറി അടിയിലാണ് വരുന്നത്, രണ്ടും മിക്സപ്പ് ആവരുത്. ഇവിടെ മെമ്മറി എവിടെയാ? ഉള്ളിലാണ്, CPU-ന്റെ ഉള്ളിലാണ് കേട്ടോ. മാറിപ്പോവരുതപ്പ. ഇതിനടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിനടുത്തത് പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? കേട്ടിട്ടില്ലേ? പ്രോഗ്രാം ചെയ്യാന്നൊക്കെ. എന്താണ് ഈ പ്രോഗ്രാം? എന്താ പ്രോഗ്രാം? നമ്മളിങ്ങനെ സംസാരിച്ചു, നമ്മളിപ്പോ ഞാൻ എന്റെ കമ്പ്യൂട്ടറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വല്ല മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം ചെയ്ത് മനസ്സിലാക്കി കൊടുക്കും. അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോഗ്രാം എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യേണ്ട ടാസ്ക്, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണേനാണ് എന്ത് വിളിക്കുക? പ്രോഗ്രാം എന്ന് പറയാ. അപ്പൊ നോക്കിയേ, സെറ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് given to a computer for executing specific task. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. അതിനാണ് നമ്മൾ എന്ത് പറയാ? പ്രോഗ്രാം എന്ന് പറയാം. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കണ ഇൻസ്ട്രക്ഷൻ. അപ്പൊ നോക്കിയേ, അപ്പൊ പ്രോഗ്രാം എന്താന്ന് പഠിച്ച്. ഈ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് എന്ത് വേണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വേണം. ഓക്കെ, അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജസ് ഡിസൈനഡ് ടു give instructions to the computer. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനുള്ളതാണ്? കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ. ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കണ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജസ് ഡിസൈനഡ് ടു give instructions to the computer. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്, അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആദ്യത്തെ ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് ആകെ അറിയാൻ പാടുള്ള ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. അതായത് 0യും 1ഉം മാത്രം. കമ്പ്യൂട്ടറിന് ആകെ അറിയണത് 0യും 1ഉം മാത്രം. നമ്മൾ അല്ലാണ്ട് ഏത് C++ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് നിങ്ങൾ ഒരു പ്രോഗ്രാം എഴുതിയാലും കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എന്തിലേക്ക് മാറ്റുന്നറിയോ? ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റും. അതായത് 0യും 1ന്റെ ഫോർമാറ്റിലോട്ട് മാറ്റും. ഇതിനെയാണ് നമ്മൾ വിളിക്കുക മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ആകെ അറിയുന്ന ലാംഗ്വേജ് ആണെന്ന് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, LLL എന്ന് പറയാം. ഫുൾ ഫോം ചോദിക്കും. LLLന്റെ എന്താ? ലോ ലെവൽ ലാംഗ്വേജ്. കൺസിസ്റ്റ് ഓഫ് 0s and 1. ഈ ലോ ലെവൽ ലാംഗ്വേജിൽ എന്ത് മാത്രമേ ഉള്ളൂ? 0യും 1ഉം മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ആകെ അറിയാൻ പാടുള്ള ആകെ ഒരു ലാംഗ്വേജ് ഉള്ളതാണ് എന്ത്? മെഷീൻ ലാംഗ്വേജ്. അടുത്തതാണ് assembly language with English like words instead of 0s and 1.
സീറോയും വണ്ണിനേലൊക്കെ പകരം എന്ത് ചെയ്യും, കുറച്ച് ഇംഗ്ലീഷുമായി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ കോമൺ യൂസിനുള്ള ഇംഗ്ലീഷ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്, അതായത് നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്ത് അസംബ്ലി ലാംഗ്വേജ് കമ്പാരിറ്റീവ്ലി മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ഇനി നോക്കിയേ ലേറ്റർ ഹൈ ലെവൽ ലാംഗ്വേജസ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് പറയാം, പുതിയ അടുത്ത മൂന്നാമത്തെ ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് എന്ത് സി, C++, ജാവ. C++ ആണ് നമ്മൾ ഇപ്പൊ പഠിക്കണത്. ഇതൊക്കെയാണ് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് എന്താ ഉള്ളത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ പ്രോഗ്രാം എന്താന്ന് പഠിച്ച്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താന്ന് പഠിച്ച്, ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെന്നും പഠിച്ച്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോണോ കേട്ടോ. തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ്, ദിസ് ബ്രാഞ്ച് ഡീൽസ് വിത്ത് how efficiently problems can be solved based on the computation models and related logarithms. അതായത് പ്രോബ്ലംസ് എല്ലാം എന്തോരം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. The study is based on the mathematical abstraction of computers is called the model of computing. ഇനി ഇവിടെ നോക്കിയേ, the most commonly used model is ട്യൂറിംഗ് മെഷീൻ. കേട്ടിട്ടില്ലേ ട്യൂറിംഗ് മെഷീൻ എന്ന്? അപ്പൊ നോക്കിയേ, നെയ്മഡ് ആഫ്റ്റർ ദ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് കണ്ടുപിടിച്ച ഒരു മോഡലാണ് എന്ത് ട്യൂറിംഗ് മെഷീൻ. നമുക്ക് പഠിക്കാത്തത്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ് ആണല്ലേ. മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അലൻ ട്യൂറിംഗ് പറയണം, മാറിപ്പോവരുത്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജും ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരാണ്? അലൻ ട്യൂറിംഗുമാണ്. എന്തുകൊണ്ടാ ട്യൂറിംഗ് മെഷീൻ കണ്ടുപിടിച്ചത്? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് നമ്മളെ അലൻ ട്യൂറിംഗ്. കണ്ട, അലൻ ട്യൂറിംഗും അലൻ ട്യൂറിംഗിന്റെ ട്യൂറിംഗ് മെഷീനും ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അലൻ ട്യൂറിംഗ്. ട്യൂറിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? അലൻ ട്യൂറിംഗ് ആണ്. തിയററ്റിക്കൽ ഡിവൈസ് ദാറ്റ് യൂസസ് സിംബൽസ് ഓൺ എ ലോങ് ടേപ്പ്. ഒരു ലോങ് ടേപ്പില് കുറെ സിംബൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യൂര്. ആക്ടിങ് ലൈക്ക് എ മെമ്മറി. അതാണ് അവരെ മെമ്മറി ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ടേപ്സ് കണ്ടെയ്ൻ സെൽസ് വിത്ത് എ ബ്ലാങ്ക് 0 or 1. ഈ ഓരോ ടേപ്പിലും എന്തൊക്കെ ഉണ്ടാവും? ഓരോ സെല്ലിലും 0യോ 1ഓ അല്ലെങ്കിൽ എന്തുണ്ടാവും? ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുവര്. ആൻഡ് ആക്ഷൻ ഡിസൈഡഡ് ബൈ കറന്റ് സ്റ്റേജ്, സിംബൽ കറന്റ്ലി ബീൻ റീഡ് ആൻഡ് ടേബിൾ ഓഫ് ട്രാൻസിഷൻ റൂൾസ്. അത് നോക്കിയേ, കൺസിഡർഡ് ആസ് ദ first theoretical development towards the idea of artificial intelligence. Artificial intelligence ന്റെ ഐഡിയക്കുള്ള ഒരു ഫസ്റ്റ് തിയററ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് അലൻ ട്യൂറിംഗിന്റെ ട്യൂറിംഗ് മെഷീൻ. ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം നോക്കി വെക്കണം കേട്ടോ. ഫസ്റ്റ് തിയററ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് എന്ത് നമ്മുടെ ട്യൂറിംഗ് മെഷീൻ. ഇതിനകത്ത് നോക്കിയേ, ഇതും കൂടെ ഉള്ളു. ഇതും കൂടെ നോക്കി വെക്കാം. നമ്മളോട് ചോദിക്കണത് നമ്മളുടെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ഒരു 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വരച്ച് വെച്ചാൽ മതി. അപ്പൊ നോക്കി ക്രൈറ്റീരിയ ആട്ടാ, അതായത് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തത്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതിന്റെ ഒരു പീരീഡ്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നോക്കിയ ജനറേഷൻസ്, നമുക്ക് 5th ജനറേഷൻ, 5 ജനറേഷൻ ആണല്ലോ ഉള്ളത്. ഫസ്റ്റത്തെ ജനറേഷനിൽ നമ്മൾ എന്ത് ടെക്നോളജി യൂസ് ചെയ്തത്? വാക്വം ട്യൂബ്. അപ്പൊ ചോദിക്കും which technology is used in first generation computers? നമുക്ക് എന്ത് പറയും നമ്മൾ? വാക്വം ട്യൂബ്. അടുത്തത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയപ്പോ നമുക്ക് എന്ത് യൂസ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. അപ്പൊ സെക്കൻഡ് ജനറേഷന്റെ ടെക്നോളജി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഇനി അത് നോക്കി, തേർഡ് ജനറേഷൻ ആയപ്പോ ഈ ട്രാൻസിസ്റ്റർ ഒക്കെ മാറ്റി നമ്മൾ എന്തിലോട്ട് മാറി? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, IC ചിപ്പിലോട്ട് മാറി അല്ലെ? അത് കഴിഞ്ഞ് 4th ജനറേഷൻ ആയപ്പോ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് മൈക്രോ പ്രോസസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് 5th ജനറേഷൻ ടെക്നോളജി ഏതാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇനി അടുത്ത് നോക്കിയേ, ലാംഗ്വേജ് ഇട്ടാ. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ ഏത് ലാംഗ്വേജാ? മെഷീൻ ലാംഗ്വേജാ യൂസ് ചെയ്തിരുന്നത്, ലോ ലെവൽ ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷൻ ആയപ്പോ അസംബ്ലി ലാംഗ്വേജ് എന്നാൽ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ഉള്ള ലാംഗ്വേജ് അല്ലേ? അത് കഴിഞ്ഞ് തേർഡ് ജനറേഷൻ ആയപ്പോഴേക്കും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഹൈ ലെവൽ ലാംഗ്വേജ് കണ്ടുപിടിച്ചു. സോ നമുക്ക് ഇനി മൊത്തം എന്ത് യൂസ് ചെയ്യാം? ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, പീരീഡ്. ഫസ്റ്റ് ജനറേഷൻ 1940 തൊട്ട് 1956 വരെയാണ് യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ജനറേഷൻ 1956 തൊട്ട് 1963 വരെയാണ് യൂസ് ചെയ്തിരുന്നത്. തേർഡ് ജനറേഷൻ 1964 തൊട്ട് 1971 വരെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി 4th ജനറേഷൻ
1971 തൊട്ട് പ്രസന്റ്, അതായത് ഇപ്പോഴത്തെ കാലഘട്ടം. പിന്നെ എന്താ പറയുക, ഫിഫ്തിൽ പറയുക പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഇപ്പോഴും ഫ്യൂച്ചറിത്തെ കാര്യങ്ങളുമാണ് എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത്ര ഉള്ളു ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതണം. ഇമ്പ്രൂവ്മെന്റ് ആണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. എന്നാലേ നമുക്ക് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം സെറ്റ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്ന വൺ വേർഡ്സ് ആണ്, പിന്നെ നമ്മുടെ ജോൺ ന്യൂമാൻ ആർക്കിടെക്ചറും ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.